വാസോണ അറിഞ്ഞില്ലേ? ആ ഉന്തുവണ്ടി തോമ അമ്മങ്കാവിനോട് ചത്ത് കിടക്കും. നിങ്ങൾ ഒരുമിച്ചല്ലേ ഇന്നലെ ഷാപ്പിൽ നിന്ന് പോന്നേ? പോണ്ടാന്ന് ഞാൻ 10 പ്രാവശ്യം പറഞ്ഞതാ. ഞാറ് നടാൻ പോയ കാളിത്തലക്കള്ളി ആദ്യം കണ്ടേ. ഇപ്പൊ ഇതും കൂടെ ചേർത്ത് അമ്മങ്കാവിന്റെ നടയിൽ ചത്തു കിടക്കുന്ന 9ാമത്തെ ആളാ. എന്താച്ചാ തീർന്നില്ലേ? ശരി, നീ വായിക്ക്. സതംകുഞ്ഞ് അറിയുന്നതിന് വാസു എഴുതുന്നത്. അമ്മങ്കാവിന്റെ വാതിൽക്കൽ വെച്ച് വീണ്ടും മരണം നടന്നിരിക്കുകയാണ്. ആളുകളുടെ മനസ്സിൽ അങ്കലാപ്പും പേടിയുമാണ്. സതംകുഞ്ഞ് ഇനി ഇവിടെ വന്ന് താമസിക്കുമെന്ന വിശ്വാസമൊന്നും വാസുവിനില്ല. ഈ വസ്തു കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഭേദം വിൽക്കുന്നതാണ്. സതംകുഞ്ഞിന്റെ അഭിപ്രായം എത്രയും പെട്ടെന്ന് അറിയിക്കുമല്ലോ. വാസു എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വിവരം മടക്ക തപാലിൽ എഴുതി അറിയിച്ചാൽ വളരെ സഹായം എന്ന വാസു. ലീവ് കിട്ടി. ജോസഫ്, ഇനിയും എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് ഇത്ര പെട്ടെന്നുള്ള യാത്രയുടെ കാര്യം? നിങ്ങൾ എവിടെ വെച്ചോണ്ടാ കേട്ടോണ്ടിരിക്കുന്നത്? കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ. അതിനാണെങ്കിൽ പണ്ടേ ഒരു പേടിത്തൊണ്ടന്. അതുകൊണ്ടാണ് ഉടനെ ചെല്ലണമെന്നും പറഞ്ഞ് ഫോൺ ചെയ്തത്. സംഭവം നടന്നത് കേരളത്തിലേതോ ഒരു പട്ടിക്കാട്. താൻ ഈ കൽക്കത്തയിൽ നിന്ന് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ മാത്രമല്ല, മദ്രാസിൽ സക്രിയാക്കി ഇക്കാക്കയ്ക്ക് അവൻ ഫോൺ ചെയ്തിട്ടുണ്ട്. ഡേയ്, തന്റെ ഈ മുടിഞ്ഞ കമ്പനിയിൽ ഈ ഇക്കാക്കാന്ന് പറഞ്ഞാൽ വന്ന് വിട്ടതെങ്ങനെയാണ്? മദ്രാസിൽ ഞാനും സദനും കറിയായി ഒന്നിച്ച് പഠിച്ചോണ്ടിരുന്നപ്പോഴൊക്കെ കാശിന് പെട്ടെന്ന് വല്ല ആവശ്യം വന്നാൽ ഇക്കാക്കയുടെ കടയിൽ അങ്ങ് ചൂണ്ടും. ആക്ക് 40 വയസ്സുണ്ടെന്നേ ഉള്ളൂ. ഒരു ജോലി പാർട്ടിയാ. എന്നാലൊരു അഡ്ജസ്റ്റ്മെന്റ്. നാളത്തെ പാർട്ടിയും കഴിഞ്ഞ് താൻ വയ്ക്കോ. എന്താ? പക്ഷെ എനിക്ക് നാളെ തന്നെ പോയേ പറ്റൂ. ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞല്ലോ. അച്ഛനും അമ്മയും ഇല്ലാത്ത എന്നെ അനാഥാലയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഈ നിലയിൽ പഠിപ്പിച്ചെടുത്തത് തന്നെ സദന്റെ അമ്മാവനാണ്. അദ്ദേഹം മരിക്കുമ്പോൾ എന്നോട് ഒന്നേ ആവശ്യപ്പെട്ടു, സദന് തുണയായിരിക്കും. സദനാണെങ്കിൽ ആദ്യമായിട്ടാണ് എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടത്. ഏതായാലും താൻ പോകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് പറയുക, നാട്ടുമ്പുറത്തെ പെണ്ണുങ്ങളും ബഹു കേമമാകട്ടോ. ഇതാണ് മിസ്റ്റർ ജമാലിന്റെ ഇപ്പോഴത്തെ ശരീരഘടന. ആ നിലയ്ക്ക് ഒരു വിവാഹം ഒഴിവാക്കുന്നതായിരിക്കും ഭംഗി. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡോക്ടർ. ഇക്കാക്ക സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷേ ഡോക്ടർ പറയുന്നത് ലൈംഗികമായ ശേഷി ഇനി ഇക്കാക്കയ്ക്ക് ഉണ്ടാവില്ലെന്നാണോ? എന്ന് പറയാനാവില്ല. തൽക്കാലം ജമാലിന് ആ ശേഷി നന്നേ നശിച്ചിരിക്കുന്നുവെന്നേ പറയാനാവൂ. ഒരുപക്ഷെ പിൽക്കാലത്ത് അത് ഉണ്ടായിക്കൂടാ എന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും ധാരാളമുണ്ട്. ആട്ടെ, ജമാൽ എവിടെ? പുറത്തിരിപ്പുണ്ട്. ഞാനകത്തേക്ക് കൊണ്ടുവന്നില്ല. ഇക്കാക്കയുടെ മനസ്സ് ഇപ്പോഴും കൊച്ചുകുട്ടിയുള്ളതുപോലെ. ഡോക്ടർ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാലോ എന്ന് ഞാൻ ഭയന്നു. എല്ലാം ശരിയാകുമെന്ന് ഡോക്ടർ തന്നെ ഇക്കാക്കയോട് ഒന്ന് പറയണം. അതിനെന്താ, ഞാൻ പറയാമല്ലോ. ഇക്കാക്ക, ഈ കഴുത പറയുന്നത് കേട്ട് നിങ്ങളൊക്കെ എന്താ മിണ്ടാതിരിക്കുന്നത്? അവന്റെ വീടിന് ചുറ്റും പ്രേതങ്ങളാണത്രേ. പ്രേതങ്ങൾ ചുമ്മാ ഓടി നടന്ന ആളുകളെ കൊല്ലുകയാണത്രേ. ഒടിയാ, നിനക്ക് പ്രേതങ്ങളുടെ വിശ്വാസമില്ലേ? ഒടിയാ, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ വിശ്വസിക്കണ്ട. പക്ഷേ നിനക്ക് വിശ്വാസമില്ലാത്തതൊക്കെ അസത്യമാണെന്ന് ധരിക്കരുത്. ജോസഫ്, പ്രേതങ്ങളെ നീ നമ്പണ്ട. പക്ഷേ മന്ത്രങ്ങൾക്കുള്ള ശക്തി നിനക്ക് ഒരിക്കലും തള്ളിപ്പറയാനാവില്ല. നീ എന്റെ അപ്പച്ചനോടും സംസാരിച്ചു നോക്ക്. അപ്പച്ചന്റെ ശിക്ഷണത്തിൽ കുറെയൊക്കെ മന്ത്രങ്ങൾ ഞാനും ഒപ്പിച്ചിട്ടുണ്ട്. ആ, അതിരിക്കട്ടെ. സദൻ പറഞ്ഞത് പൂർത്തിയാക്കിയില്ലല്ലോ, നിന്റെ അച്ഛനമ്മമാരുടെ മരണത്തെപ്പറ്റി. അതേ കാക്ക,
അമ്മയും അച്ഛനും മരിച്ചത് സംശയാസ്പദമായ സാഹചര്യങ്ങളാണ്. ഒരു കാരണവുമില്ലാതെ. എനിക്കന്ന് 8 വയസ്സേ പ്രായമുള്ളൂ. അമ്മാവൻ പ്രശ്നം വെച്ചു. എന്റെ വീട്ടിൽ ഇനിയൊരു പരമ്പര ഉണ്ടാവില്ലെന്ന് പ്രശ്നത്തിൽ കണ്ടു. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് അമ്മാവൻ എന്നെ മദ്രാസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതിൽ പിന്നെ ഞാൻ നാട് കണ്ടിട്ടില്ല. അമ്മാവന്റെ മരണശേഷവും പിന്നീട് എന്റെ കുടുംബക്ഷേത്രത്തിന് മുന്നിൽ പലരും കാരണമില്ലാതെ മരിച്ചു കിടന്നു. ഇന്നെനിക്ക് അതിന്റെയൊക്കെ കാരണം അറിയണമെന്ന് തോന്നി. അപ്പോൾ ഈ വാസു? അന്നു മുതൽ വാസുവാണ് വീടും പറമ്പും നോക്കുന്നത്. പറമ്പിലെ ആദായം എടുക്കുന്ന അയാളാണ്. പക്ഷേ വിശ്വസ്തനാണ് അയാൾ. ഇതേക്കറിയാ, നിന്റെ തീരുമാനം പറ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കേട്ടിടത്തോളം സദം പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ഇല്ലാതിരിക്കാത്ത. സദന്റെ അമ്മാവൻ നടത്തിയ പ്രശ്നത്തിലും പിന്നീടുണ്ടായ മരണങ്ങളിലും എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്നാൽ നിന്റെ അപ്പച്ചനെ കൂടി കൊണ്ടുപോയാലോ? അത് വേണ്ട കാക്ക. അപ്പച്ചന് വയസ്സായിരിക്കല്ലേ. എന്റെ കയ്യിലും അത്യാവശ്യം ചില മന്ത്രങ്ങളുണ്ടല്ലോ. പക്ഷെ അത് മാത്രം പോരാ. വർഷങ്ങളായി ആൾവാസമില്ലാത്ത വീടാണ് സദന്റേത്. നാം താമസം തുടങ്ങുന്നതിന് മുൻപ് ചില പൂജകൾ ചെയ്തേ മതിയാവും. അതിനു പറ്റിയൊരാളുണ്ട്, രംഗയ്യ. അപ്പച്ചന്റെ ശിഷ്യനാണ്. ഞാൻ രംഗയ്യക്ക് നേരത്തെ ഫോൺ ചെയ്ത് കഴിഞ്ഞു. തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊടിയനെന്താ മിണ്ടാത്തത്? അല്ലിക്കാക്ക, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ പ്രേതങ്ങളിൽ കൂടുതലും പെണ്ണുങ്ങളാണെന്നാണ് അറിവ്. ഈ പാർട്ടീസ് നേരെ വിരട്ടിക്കഴിഞ്ഞാൽ മുടിയെല്ലാം വിതർത്തിയിട്ട് വെള്ള സാരി ഉടുത്ത് ഫുൾ ഫോമിൽ അലഞ്ഞു നടക്കുമെന്നാണ് കേൾവി. 1 മാസത്തെ താമസത്തിനിടയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കക്ഷിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ... ഒരു കാര്യം തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത്. നമ്മുടെ ഈ യാത്രയിൽ ജോസഫ് കൂടി ഉണ്ടാകണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. മറ്റൊന്നും കൊണ്ടല്ലേ കാക്ക, അത്രയ്ക്ക് ശ്രമകരമായ ഒരു പണിക്കാണ് നാം പോകുന്നത്. ദേഹവും മനസ്സും ഒരുപോലെ ശുദ്ധിയായിരിക്കും. അതിലേറെ വിശ്വാസവും വേണം. ജോസഫിന്റെ വിശ്വാസം നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. ചേല ചുറ്റിയ തെങ്ങ് കണ്ടാൽ അറച്ചു നിൽക്കുന്നവനായി ഈ ജോസഫ്. അത്തരം മനസ്സുകാര് കൂടെ വരാതിരിക്കുന്നതാ ഭംഗി. അറിയാ, നീ എന്തിനാടാ പൊടിയനെ വേദനിപ്പിച്ചത്? ഇല്ലേ, അവന്റെ പണക്കം മാറ്റ്. പൊടിയനില്ല, നമുക്കെന്താടാ രസം? ബാക്കിയൊക്കെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. ഇക്കാക്ക, ഞാൻ പറഞ്ഞത് ഒക്കെ മനസ്സിലായി. ചെല്ലേ. ആ, ഹൗസപ്പേ, ഇതാ ഹൗസപ്പേ, കറിയാ ചുമ്മാ പറഞ്ഞല്ലേടാ. അതിന് നീ പിണങ്ങുന്ന എന്തിനാ? ഇതാ നോക്ക്, നീ കൂടെ വന്നോ? വേണ്ട, ഞാൻ വരുന്നില്ല. ഞാൻ ശുദ്ധിയില്ലാത്തവൻ. ആ ഇക്കാക്ക, രംഗയുടെ പോണെന്ന് തോന്നുന്നു. പൊടിയാ, പൊടിയാ. ഇല്ല കാക്ക, ഞാൻ വരുന്നില്ല. ഞാൻ ശുദ്ധിയില്ലാത്തവൻ, വൃത്തിയില്ലാത്തവൻ. എന്തൊക്കെയായാലും ഞാൻ നിങ്ങളെപ്പോലെ ആവില്ല. അനാഥാലയത്തിൽ വളർന്നവന് അത്രയല്ലേ ശുദ്ധി വരും. പൊടിയാ, നീ മേലാൽ ഇത്തരം കാര്യങ്ങൾ പറയരുത്. നമ്മളെല്ലാം ഒരുപോലെയാണ്. നമുക്ക് 4 പേർക്കും അമ്മയില്ല. പക്ഷേ നമ്മൾ 4 പേര് ഒത്തുചേരുമ്പോ ആ ദുഃഖം അറിയാറുണ്ടോ? ഉണ്ടോ പൊടിയാ? ആ ഇക്കാക്ക, രംഗയുടെ ഫോണാ വന്നത്. രംഗയും നാളെ എത്തുന്നു. അങ്ങനെ നാളെ വൈകിട്ടത്തെ ട്രെയിനിന് നമ്മൾ സാറിന്റെ നാട്ടിലേക്ക് തിരിക്കുന്നു. ഹൗസേപ്പൂ ഞടക്കം. ഗോമതി, നീ ഇതുപോലെ ഒരു ഇരിപ്പിരുന്നാൽ എങ്ങനെ ഇരിക്കും? അയ്യ, പെണ്ണകത്ത് കിടന്ന് ഉറങ്ങുന്നു. അല്ല, നിനക്ക് ഇന്ന് ഇച്ചിരി ചേല കൂടിയത് പോലെ ഉണ്ടല്ലോ. തോന്നും. അതെ, ഇന്ന് കുറച്ച് കൂടുതലാകത്തുള്ളതുകൊണ്ട് തോന്നുക. പെണ്ണിന് പ്രായമായപ്പോഴാ ഉള്ളിൽ തീ. ഇനിയും കുറെ പൊന്ന് കരുതണം. നിങ്ങൾക്ക് ആവാ ചിന്തയൊന്നുമില്ലല്ലോ. ആരാണ് ഈ പറഞ്ഞത് എനിക്ക് ആ ചിന്തയൊന്നുമില്ലെന്ന്? ഞാൻ നോക്കിയേ, ഞാൻ അവളുടെ പേരിൽ ഒരു ചിട്ടി അറിഞ്ഞിട്ടുണ്ട്. അത് നിനക്കറിയാൻ കൂടി.
മൂദേവി അതെ സതകുഞ്ഞിന്റെ കത്തുവല്ലം വന്നു. ഇന്ന് വരുമെന്ന് നിരീക്ഷിച്ചു, കണ്ടില്ല. ആ നാളെ വരുമായിരിക്കും. ഇത്തവണത്തെ കത്തൂടാവുമ്പോൾ 4 കയ്യാലെ സതകുഞ്ഞ് സമ്മതിക്കും വീട് വിറ്റോളാൻ. ആ മുസ്ലിയാർക്ക് വിറ്റാലേ 500 രൂപ കമ്മീഷൻ തരാൻ നിന്നോട് പറഞ്ഞതാ. അത് നിനക്ക് അറിയാമോ? എന്താ ഈ ഒച്ച വെക്കുന്നത്? നീ പോയി നോക്കി. എന്താ കാര്യം? എനിക്ക് വയ്യ, നിങ്ങളൊന്ന് പോയി നോക്കിയേ. എന്താ കാര്യം ഒന്ന് പറ. വെളിച്ചപ്പാടിന് ചേർത്തവൻ നിൽക്കുന്നു. വാസു? അതെ വാസു. സ്വാമിയെ മനസ്സിലായില്ല. എന്നെ വാസന് മനസ്സിലായോ? കണ്ടതായിട്ട് ഓർമ്മിക്കുന്നില്ല. നല്ലതുപോലെ സൂക്ഷിച്ചു നോക്ക്. എന്നെ വാസു തോളിലിരുത്തി ഇവിടെ ഒക്കെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ഞാൻ വാസുവിന്റെ മടിയിലിരുന്ന് ഒരുപാട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. സതകുഞ്ഞ്? ആ, അപ്പൊ എന്നെ മറന്നിട്ടില്ലല്ലേ? ഇതൊക്കെ എന്റെ സ്നേഹിതന്മാരാണ്. നോക്കിയേ, നമ്മുടെ സതകുഞ്ഞ്. അയ്യോ, പിന്നെ അവള് നിങ്ങളെ കണ്ട് പേടിച്ചാലും അടുത്ത് പോയിരിക്കുക. അയ്യോ, ഞങ്ങളിപ്പോ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. കുഞ്ഞാപ്പോൾ വലിയ കനവും പൊക്കമൊക്കെ വെച്ചു പോയല്ലോ. ഇവിടെ ഇരിക്കാനൊക്കെ ഉണ്ട്. വാസു വിഷമിക്കണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. സ്വാമി ഇരുന്നാട്ടെ. സ്വാമി. വാസു ഒരു നിമിഷം. കുഞ്ഞു വന്നതില് വാസുവിന് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആ വീട്ടിൽ താമസിച്ചിരുന്നവരുടെ അനുഭവം കുഞ്ഞിനും അറിയാവുന്നതാണല്ലോ. ഒക്കെ അറിയാം. അതൊന്നും ഓർത്ത് വാസു വിഷമിക്കണ്ട. ഞാൻ എല്ലാ കരുതലോടും കൂടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ വീട്ടിൽ താമസിക്കും, പാടത്ത് കൃഷി ഇറക്കും. വാസുവിന്റെ സഹായം വേണമെന്ന് മാത്രം. ഈ വാസുവിനെ കൊണ്ടാവുന്നത്ര സഹായം കുഞ്ഞിന് എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സാറുമാർക്ക് അറിയില്ല. ഈ തടി ഈ കുഞ്ഞിന്റെ വീട്ടിലെ ചോറ. സതകുഞ്ഞിനെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഗോമതി? എന്ന് പറഞ്ഞാലെ കൊണ്ട് വള്ളി നിക്കറിട്ട് നടന്ന കാലത്ത് കണ്ടോ അല്ലയോ? എന്റെ കെട്ടിയോളാ. വാസുവിന് എത്ര കുട്ടികളാ? 2 ഉള്ളൂ. 2 പെണ്ണാ. അത് പിന്നെ ഞാൻ പോയി ജാതകം നടത്തി. എഴുതി. എന്തോടി ഗോമതി എന്റെ പേര്? ആ, എന്റെ പേര് പോലെ ഇരിക്കുന്നു. ആ, വാസൂട്ടമി. വാസു ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. ഒരു ചെറിയ പൂജയുണ്ട്, അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുക്കള ശരിയാകുന്നവരെ ഗോമതിയുടെ സഹായം വേണം. അതൊന്നും ഓർത്ത് കുഞ്ഞു വിഷമിക്കില്ല, അതിനൊക്കെ ഞങ്ങളുണ്ട്. അങ്ങോട്ട് നടന്നാലും ഞാൻ താക്കോലെടുത്തിട്ട് പുറകെ വരാം.
ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. ഇവൻ നമ്മുടെ കരികെട്ടി ചെന്ന് വിട്ട ശില്പന്തി അല്ലയോ? അവസരം സാറിനെ എവിടെ നിന്ന് ഇവനെ? അല്ല വാസു, പൂജ നടക്കുമ്പോൾ ഇവൻ പാത്തും പറയും നിൽക്കുന്നതാണ്. എന്നെ കണ്ടപ്പോ ഓടി, ഞാൻ ഓടിച്ചിട്ട് വിട്ടു. പാവം, നീ എന്തിനാണ് അങ്ങനെ പാത്ത് പിടിക്കാൻ വന്നത്? നിനക്ക് നേരെ വന്നിരിക്കരുതായിരുന്നു. അല്ലേലും നിനക്കൊരു കള്ള ലക്ഷണം.